സംസ്ഥാനത്ത് സർക്കാർ ഭൂമിയാക്കി സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും പതിച്ചു നൽകിയത് ഏക്കർ കണക്കിന് ക്ഷേത്രഭൂമിയെന്ന് റവന്യൂ രേഖകൾ. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള ക്ഷേത്രഭൂമികൾ ഇപ്പോൾ കൈവശം വച്ചിരിക്കുന്നത് സ്വകാര്യ വ്യക്തികളാണ്. ശാശ്വത മൈനറായ ദേവന്റെ ഭൂമി നിയമപ്രകാരം തിരിച്ചുപിടിക്കാമെങ്കിലും കയ്യേറ്റക്കാർക്ക് മുന്നിൽ കണ്ണടയ്ക്കുകയാണ് സർക്കാർ. നികുതി ഒഴിവാക്കിയ ക്ഷേത്രഭൂമികളാണ് വ്യാപകമായി അന്യാധീനപ്പെട്ടു പോയിട്ടുള്ളത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള എളങ്കുന്നപ്പുഴ ദേവസ്വം, കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ദേവസ്വം, പെരുമ്പിലാവ്, അയ്യപ്പങ്കാവ് ക്ഷേത്രങ്ങളുടെ എല്ലാം ഇരിപ്പുഭൂമി പല കാലങ്ങളിലായി നഷ്ടപ്പെട്ടതായാണ് റവന്യൂ രേഖകൾ വ്യക്തമാക്കുന്നത്. എളങ്കുന്നപ്പുഴ ദേവസ്വത്തിന്റെ 500 ഏക്കറോളം ഭൂമി നഷ്ടമായിട്ടുണ്ട്. കൊച്ചി ദേവസ്വത്തിന് കീഴിലുള്ള ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ 400 ഏക്കറോളം ഭൂമി നഷ്ടമായിട്ടുണ്ട്. ക്ഷേത്രം ഇരിപ്പ് സ്ഥലം 10 ഏക്കർ 89 സെന്റിലും മൂലസ്ഥാനം 76 സെന്റിലുമാണ്. 10 ഏക്കറിൽ അനധികൃത കെട്ടിടങ്ങൾ നിരവധിയുണ്ട്. കോടതികളിൽ നിന്ന് അനുകൂല വിധികൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും സർക്കാർ സംവിധാനങ്ങളും ഉദ്യോഗസ്ഥരും ഭൂമി തിരിച്ചുപിടിക്കാൻ നടപടികൾ എടുക്കാറില്ലെന്ന് ക്ഷേത്രഭൂമികളുടെ സംരക്ഷണത്തിനായി തുടർച്ചയായി നിയമപോരാട്ടം നടത്തിവരുന്ന പറവൂർ തത്തപ്പള്ളി സ്വദേശി AM ഉദയൻ കുറ്റപ്പെടുത്തി. കൊച്ചി ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ശ്രീ കുരുമ്പ ഭഗവതി ദേവസ്വത്തിന്റെ 800 ചില്ലാൻ ഏക്കർ ക്ഷേത്രം ഭൂമിയുണ്ട്. അത് ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഒരുപാട് ക്ഷേത്രങ്ങളുടെ ഭൂമി സർക്കാർ സർവേ നടത്തി സർക്കാരിൻ്റെ ഭൂമിയാക്കി മാറ്റുന്നുണ്ട്. പെരുവാരം ദേവസ്വത്തിൻ്റെ ഭൂമി, മന്നം ക്ഷേത്രത്തിൻ്റെ ഭൂമി, തത്തപ്പള്ളി പയങ്കുളങ്ങര ദേവസ്വത്തിൻ്റെ ഭൂമി, കൊച്ചി താലൂക്കിലെ എളങ്കുന്നപ്പുഴ ദേവസ്വത്തിൻ്റെ ഭൂമി, അയ്യമ്പുള്ളി ദേവസ്വത്തിൻ്റെ ഭൂമി, അതുപോലെ തന്നെ തൃപ്പൂണിത്തുറ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ഒരുപാട് ഭൂമികൾ, കൊച്ചി രാജാവിൻ്റെ ഗുരുവായൂർ ഭാഗത്ത് ഒരു വലിയൊരു ദേവസ്വം കിടപ്പുണ്ട്. ആ ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ക്ഷേത്രഭൂമികളെല്ലാം റവന്യൂ രേഖകളിൽ പിന്നീട് സർക്കാർ ഭൂമിയാവുകയും ഇത് പതിച്ചു നൽകുകയുമായിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പെരുവാരം മഹാദേവ ക്ഷേത്രത്തിന്റെ 3 ഏക്കർ 26 സെന്റ് ക്ഷേത്രം ഇരിപ്പ് ഭൂമിയും ക്ഷേത്രക്കുളവും സർക്കാരിന്റെ പേരിലായി. ക്ഷേത്രഭൂമികൾ അന്യാധീനപ്പെട്ടതായി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വ്യക്തമായതാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണത്തിലുള്ള ദേവസ്വങ്ങളുടെ വകയായി ആകെ 2281 ഏക്കർ ഭൂമിയുണ്ടെന്നും 404 ഏക്കർ അന്യാധീനപ്പെട്ടതായും കണക്കാക്കുന്നുവെന്നാണ് 2014 ഡിസംബറിൽ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി VS ശിവകുമാർ നിയമസഭയിൽ ദേവസ്വം ബോർഡുകളുടെ കൈവശ ഭൂമികൾ സംബന്ധിച്ച് നൽകിയ മറുപടി. ജനം, കൊച്ചി.